നമ്മൾ ഓരോരോ ദിവസവും ഓരോരോ ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് എനർജീസ് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൽ പോസിറ്റീവായിട്ടുള്ളതും ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ളതും ഉണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എനർജീസിനെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ടും കേൾക്കാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എനർജി ക്ലിയറിങ്ങിനെ കുറിച്ചിട്ടാണ്. എനർജി ക്ലിയറിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും അല്ലെങ്കിൽ എനർജി വോംപേഴ്സ് പോലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജീസ് റിസീവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോസിറ്റീവ് എനർജി ഒരുപാട് പുറത്തേക്ക് പോകുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോഴ്സ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഈ നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ക്ലിയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അതായത് നമ്മുടെ നെഗറ്റീവ് എനർജീനെ റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ലോവർ ഫ്രീക്വൻസിയിൽ നിന്ന് മാറി ഹൈ ഫ്രീക്വൻസിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് എനർജി ലോവർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ, ജഡ്ജ്മെൻറ്റ്, ഇഷ്യൂസ്, നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, നമുക്ക് ഷെയിം, ഫിയർ, ആങ്കർ ഇഷ്യൂസ്, ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം ഈ നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസിൽ ഉൾപ്പെടുന്നതാണ്. ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയും അതിനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ ട്രൂ സെൽഫ് ശരിക്കും അത് വളരെ പ്യുവറാണ്. അതിൽ ആക്ച്വലി ഹയർ വൈബ്രേഷനിലുള്ള ഫ്രീക്വൻസി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് എനർജീസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമുക്ക് വരുന്നതെങ്കിൽ അത് ഇത്തരത്തിൽ നമുക്കൊരു ലവ് കണക്ഷൻ അല്ലെങ്കിൽ പീസ്, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, സന്തോഷമില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് റിജക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് വരും. നമ്മളിലേക്ക് വരുന്ന നല്ല ആൾക്കാരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന പോകുന്നൊരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് മണി ബ്ലോക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളതിനെ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മളൊരു റൂമൊക്കെ ക്ലിയർ ചെയ്ത് വെക്കാറില്ലേ? റൂമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പൊടിയൊക്കെ തട്ടി ക്ലീനാക്കി വെക്കുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് വൺ നമുക്ക് സൗണ്ട് ഹീലിംഗ് ചെയ്യാവുന്നതാണ്. സൗണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ഭാഗം തന്നെയാണ് സൗണ്ട്. ഓക്കെ, അപ്പം പല ഫ്രീക്വൻസിയിലുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഉള്ളിൽ എനർജി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 396 ഹെഡ്സ് യൂസ് ചെയ്യാം. അത് റിലീസിങ് ഫിയർ ആണ്. പിന്നെ 417 ഹെഡ്സ് ഉണ്ട്. അത് പുതിയൊരു ചേഞ്ചിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. ട്രാൻസ്ഫോർമേഷൻ മിറാക്കിൾസ് അല്ലെങ്കിൽ DNA റിപ്പയർ എന്ന് പറയുന്നത് 528 ഹെഡ്സ് ആണ്. പിന്നെ കൂടുതൽ നമ്മുടെ സോളുമായിട്ടൊരു ഡീപ്പർ കണക്ഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 639 ഹെഡ്സിൽ ഫ്രീക്വൻസി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻറ്റ്യൂഷൻ അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് ഐക്ക് വേണ്ടിയിട്ടൊക്കെ 741 ഹെഡ്സ് യൂസ് ചെയ്യാം. പിന്നെ 852 ഹെഡ്സ് നമ്മുടെ സ്പിരിച്വൽ കണക്ഷൻ, സ്പിരിച്വലി കൂടുതൽ അവെയർ ആവാൻ വേണ്ടിയിട്ട് 852 ഹെഡ്സിലുള്ള ഫ്രീക്വൻസി വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്രീക്വൻസിയും യോജിക്കണം എന്നില്ല. ചിലർക്കത് കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്. നിങ്ങൾക്കത് കംഫർട്ടാണ്, കേൾക്കുന്ന സമയത്ത് സമാധാനം, സന്തോഷമൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ നല്ല നല്ല സോങ്സ്, ഡെവോഷണൽ സോങ്സ്, നമ്മുടെ മനസ്സിന് സന്തോഷം, സമാധാനം തരുന്ന നല്ല സോങ്സ്, ഫിലിം സോങ്സ് ഒക്കെ കേൾക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് ക്ലാസിക്കൽ സോങ്സ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുയോജ്യമായിട്ടുള്ള മ്യൂസിക്കൊക്കെ കേൾക്കുന്നത് എനർജി ക്ലിയറിങ് തന്നെയാണ്. പിന്നെ മൈൻഡ്ഫുൾനെസ് മൂവ്മെൻ്റ് ആണ് സെക്കൻഡ് വരുന്നത്. ഇതിൽ യോഗ, ഡാൻസ്, എക്സസൈസസ് ഒക്കെ വരും. അതായത് നിങ്ങളുടെ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യിപ്പിക്കുക. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജീനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നെഗറ്റീവായിട്ടുള്ള എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ എനർജി വന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. പിന്നെ ഈ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷനിൽ തന്നെ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ബോഡി മൂവ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന തരത്തിലുള്ള മെഡിറ്റേഷൻസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾ സ്വയം ജഡ്ജ് ചെയ്യാതെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്കത് കംഫർട്ട് ആവുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റണമെന്നില്ല, നിങ്ങളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവനവന് പറ്റുന്ന യോജിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ചെറിയ വാക്കിംഗ്,
ഈ നടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് വെച്ച് നടക്കുക എന്നൊക്കെ പറയില്ലേ, കാലുകൾ വെച്ച് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്, മൈൻഡ്ഫുൾനെസ് മൂവ്മെൻ്റ് എന്ന് ഇതറിയപ്പെടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഊഞ്ഞാലാടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുക. അതൊരു മൂവ്മെൻറ്റ് മെഡിറ്റേഷൻ ആണ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുക, ബോഡി നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഡാൻസുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മ്യൂസിക് വെച്ചിട്ട് അങ്ങനെയുള്ള ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യും. നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടത് സഹായിക്കും. പിന്നെ മൂന്നാമത്തേത് വിഷ്വലൈസേഷൻ ആണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. അതായത് ഒരു ക്ലെൻസിങ് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. കംഫർട്ടായിട്ട് ഇരുന്നതിന് ശേഷം മെഡിറ്റേഷൻ പോസ്റ്റിലിരിക്കുക. കുറച്ച് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ഒരു 3-5 പ്രാവശ്യമൊക്കെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യുക. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ദെൻ ഒരു വൈറ്റ് ലൈറ്റ് വന്നിട്ട് നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ക്രൗൺ ചക്ര വഴി ഇത് താഴേക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് പതിയെ ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക. നെഗറ്റീവായിട്ടുള്ള എനർജി ഒരു ബ്ലാക്ക് കളറിലോ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ അത് റിലീസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ദെൻ പുതിയൊരു എനർജി വന്ന് ക്ലെൻസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. പിന്നെ കുറച്ചും കൂടി ഡീപ്പ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ബോഡി നന്നായിട്ടൊന്ന് ഫുള്ളി ഓറയൊക്കെ ഒന്ന് ക്ലെൻസ് ആവുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എനർജി ക്ലിയറിങ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോർത്ത് വൺ ജേർണലിംഗ് ആണ്. ജേർണലിംഗ് നിങ്ങളെ നന്നായിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജേർണലിംഗ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ 5-10 മിനിറ്റ് ടൈമർ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് കാര്യങ്ങളെല്ലാം അങ്ങ് എഴുതി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം കീറിക്കളയുക, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവായിട്ട് ചിന്ത എഴുതി അഗെയിൻ അതിന് ഓപ്പോസിറ്റ് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എഴുതി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ശേഷം നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള എനർജീസിന് അല്ലെങ്കിൽ ഇമോഷനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ സാധാരണ മെഡിറ്റേഷൻ, നിങ്ങൾ ഏത് മെഡിറ്റേഷനാണോ ചെയ്യുന്നത് ആ മെഡിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് പതുക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ സ്മഡ്ജിങ് എന്ന് പറയും, അതായത് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുക, വീടും പരിസരമൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. ചന്ദനത്തിരി, കർപ്പൂരം, ധൂമമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുകയ്ക്കുക. ഓക്കെ, നല്ല സ്മെല്ല് വരുന്ന എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നല്ലൊരു സ്മെല്ല് നിങ്ങൾക്ക് ചിലർക്ക് വാനിലയായിരിക്കും, ചിലർക്ക് ലാവൻഡർ, അങ്ങനെയുള്ള സ്മെല്ലുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ താല്പര്യം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ മാറ്റി പുതിയൊരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. പിന്നെ ചെറുനാരങ്ങ വളരെ നല്ലതാണ്. ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ റൂമിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഒന്ന് ഇടയ്ക്കൊന്ന് സ്മെല്ല് ചെയ്യുക. അതൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്നൊന്ന് എനർജി പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ചില ഹെർബ്സ് നല്ല സ്മെല്ല് കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും, അത് നിങ്ങൾക്ക് എന്താണോ കംഫർട്ടാവുന്നത് അത് യൂസ് ചെയ്യുക. പിന്നെ കല്ലുപ്പ് വെച്ചിട്ട് 2 ഉള്ളം കൈയിലും കല്ലുപ്പ് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം മന്ത്ര ചാൻറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഇത് നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ പ്രാണായാമ, 7th വൺ പ്രാണായാമയാണ്. പ്രാണായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, ബ്രീത്ത് വർക്കൊക്കെ പോസിറ്റീവ് എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളുടെ ഉള്ളിലെ പ്രാണോർജ്ജത്തിന് നന്നായിട്ട് എനർജറ്റിക്കലി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. പിന്നെ ഏറ്റവും നല്ലൊരു ഹീലർ എന്ന് പറയുന്നത് നേച്ചറാണ് കേട്ടോ. നേച്ചറിനെ നമ്മൾ കണക്ട് ചെയ്യുക, മദറത്തുമായിട്ട് കണക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ എനർജി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഓൾഡ് എനർജി റിലീസായി കഴിഞ്ഞാൽ പുതിയ എനർജി പെട്ടെന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്കൈയിൽ കുറച്ച് നേരം നോക്കി, ആകാശത്തെ കുറച്ച് നേരം നോക്കുക. അപ്പോൾ നമുക്ക് ഒരു മെഡിറ്റേഷൻ്റെ പ്രതീതി ഉണ്ടാവും. ഇതൊക്കെ നേച്ചറിൽ നമുക്ക് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ വാട്ടർ ക്ലെൻസിങ് ഉണ്ട്. വെള്ളം, അതായത് കുളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പോയിട്ട് ജസ്റ്റ് ദേഹത്ത് വെള്ളം ഒഴിക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് ചേഞ്ച് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഷവറിൽ കുളിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം തലയിൽ ഒഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നെഗറ്റീവ് എനർജീസിനെ റിലീസ് ചെയ്യാൻ, നമ്മുടെ ഇമോഷനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡുകളാണ്. പിന്നെയുള്ളത് നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ചുറ്റുപാടൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക. നമ്മുടെ റൂമിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുക. അതായത് അത് മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാക്കും.
കംപ്ലീറ്റ്ലി അലസമായി കിടക്കുന്ന ഒരു റൂം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാന സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ അടുക്കി പെറുക്കി വെക്കുക, ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇതെല്ലാം എനർജിയിലും വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഫുഡിൽ കഴിക്കുന്ന ഫുഡ് നന്നായിട്ട് വെള്ളം കുടിക്കാം, നല്ല ഫുഡ് ആരോഗ്യത്തിന് പറ്റുന്ന നല്ല സഹായിക്കുന്ന തരത്തിലുള്ള ഫുഡുകളൊക്കെ കഴിക്കാം. അത്തരത്തിൽ ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താം. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാണോർജ്ജം കൂടുതൽ നന്നായിട്ട് വർദ്ധിച്ചു വരുന്നത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെയുള്ളത് കോഡ് കട്ടിങ് മെത്തേഡാണ്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തോന്നുന്ന സിറ്റുവേഷൻസിൽ നെഗറ്റീവായിട്ട് തോന്നുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ കോഡ് കട്ടിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കോഡ് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. കോഡ് കട്ടിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉറക്കമാണ്. നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 5, 6, 7 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഉറക്കം നിങ്ങളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ നന്നായിട്ട് സഹായിക്കുന്നുണ്ടാവും. ഒന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങി എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റി മാറി നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷനൊക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ഫ്രഷ് ആയിട്ടുള്ള എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ ഉള്ളിലെ തോട്ടുകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമോഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, ടാപ്പിംഗ് മെത്തേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ NLP മെത്തേഡ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ, ഇമോഷനെ നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെന്താ, കൃത്യമായിട്ട് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയുക. ചില ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാം. കൃത്യമായിട്ട് ഷാഡോ വർക്ക് ചെയ്യുക, ഇന്നർ വർക്ക് ചെയ്യുക. അതൊക്കെ വഴി നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ പല മെത്തേഡുകളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡ് സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് സെഷൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.